السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. ورضي الله عن القطب المختوم والبرزخ المختوم سيدي أبي العباس أحمد بن محمد التجاني رضي الله عنه وعن ذريته وعن محبه كلهم أجمعين. ഏറ്റവും സർവാദരണീയരായ സാദാത്യങ്ങളെ, പരിശുദ്ധമായ ശൈഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഉറൂസ് മുബാറക്കുമായി ബന്ധപ്പെട്ട് അതിൻ്റെ മഹനീയ സദസ്സിലാണ് നാം നിലകൊള്ളുന്നത്. അള്ളാഹു നമ്മുടെ സദസ്സിനെ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഈ പരിശുദ്ധമായ മജ്ലിസിൽ, മുബാറക്കായി മജ്ലിസിൽ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പലരും പല വിഷയങ്ങളും ശൈഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതത്തിലെ വ്യത്യസ്തമായ പല വിഷയങ്ങളെക്കുറിച്ച് വ്യത്യസ്തമായ രീതിയിൽ ചർച്ച ചെയ്തു. ജീവിതത്തിലെ ഏറ്റവും പഠനാർഹമായ വിഷയങ്ങളാണ് പലരും അത് പഠിച്ച് അതിനെക്കുറിച്ച് ഇവിടെ പ്രതിപാദിച്ചിട്ടുള്ളത്. എനിക്ക് പറയാനുള്ളത് മഹാനായ ശൈഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കറാമത്തുകളെക്കുറിച്ചാണ്. അത്ഭുതങ്ങളുടെ വിസ്മയ ലോകം, ശൈഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ അത്ഭുതങ്ങളുടെ വിസ്മയ ലോകം എന്ന അതിപ്രധാനമായ വിഷയത്തെക്കുറിച്ചാണ്. അതിൻ്റെ മുന്നോടിയായി ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്കൊക്കെ അറിയാം ആരാണ് വലിയ. കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ അള്ളാഹുവിൻ്റെ ഔലിയാക്കളെക്കുറിച്ച് ആവുന്ന വിധത്തിൽ ചർച്ച ചെയ്ത് മനസ്സിലാക്കി. അള്ളാഹുവിൻ്റെ വലിയ എന്ന് പറയുന്നത് അമ്പിയാക്കളുടെ വാരിസ്യങ്ങളാണ്. ഈ ലോകത്ത് 1,24,000 പരം അമ്പിയാക്കൾ ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി, ദഅവത്തിന് വേണ്ടി അള്ളാഹു ഇവിടെ അയച്ചിട്ടുണ്ട്. ആ നബിമാർക്ക് അള്ളാഹു അവരുടെ ദഅവത്തിനെ ഒന്നുകൂടി ഉറപ്പിക്കാൻ വേണ്ടി അള്ളാഹു നൽകിയ അസാധാരണമായ കഴിവുകൾ, അതൊക്കെ നമുക്കറിയാവുന്നതാണ്. മുഅ്ജിസത്ത്, നബിമാർക്ക് മുഅ്ജിസത്ത് നിർബന്ധമായിട്ടും ഉണ്ടാകേണ്ടതാണ്. എന്നാൽ അള്ളാഹുവിൻ്റെ അതിനുശേഷം 1,24,000 പരം അമ്പിയാക്കൾ കഴിഞ്ഞുപോയി. അവസാന നബിയായി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തേക്ക് കടന്നു. അതിൻ്റെ ശേഷം പിന്നീട് ഇസ്ലാമിക പ്രബോധനം നടത്താനുള്ള ഉത്തരവാദിത്വവും അനന്തരാവകാശികളുമായിട്ട് കടന്നു വന്നിട്ടുള്ളത് അള്ളാഹുവിൻ്റെ ഔലിയാക്കളാണ്. ആ ഔലിയാക്കളിലൂടെയാണ് ഇസ്ലാം ഇവിടെ വ്യാപിച്ചിട്ടുള്ളത്. ഒക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരുടെ അവർ വിലായത്തുമായി അള്ളാഹുവിൻ്റെ ദീനിനെ ഇവിടെ പ്രചരിപ്പിച്ചപ്പോൾ, ഏറ്റവും നല്ല തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം അവർ നയിച്ചപ്പോൾ, അവർക്ക് ബഹുമതികളായിട്ട് അള്ളാഹു നൽകുന്നതാണ് കറാമത്ത് എന്ന് പറയുന്നത്. ഒരിക്കലും അവർ ആഗ്രഹിച്ചതോ അല്ലെങ്കിൽ ആളുകളുടെ ഇടയിൽ അത് കാണിക്കണമെന്ന രീതിയിൽ ഞാനൊരു വലിയ അവനായി തീരണമെന്ന ചിന്താഗതിയിൽ അവർ ചോദിച്ചു വാങ്ങുന്നതല്ല. അവർക്ക് അള്ളാഹു നൽകുന്ന തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുമ്പോൾ ബഹുമതികളെന്നോണം അള്ളാഹു അവർക്ക് നൽകുന്ന ഒരു പ്രത്യേകമായ കഴിവാണ്, അസാധാരണമായ കഴിവാണ് കറാമത്ത് എന്ന് പറയുന്നത്. മഹാന്മാരായ പണ്ഡിത മഹത്തുക്കൾ പഠിപ്പിക്കുന്നുണ്ട്, അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരുടെ അല്ലെങ്കിൽ ഇത്തരം അസാധാരണമായ കഴിവുകൾ ഒരുപാട് 6 വിഭാഗങ്ങളായിട്ടാണ് പഠിപ്പിക്കുന്നത്. അസാധാരണമായ കഴിവുകൾ 6 രൂപത്തിലാണ് ഉണ്ടാകുക. നബിയുടെ ഭാഗത്തു നിന്ന് അസാധാരണമായ കഴിവുകൾ ഉണ്ടാകുമ്പോൾ അതിന് മുഅ്ജിസത്ത് എന്ന് പറയും. അതുപോലെ തന്നെ നബി ആകുന്നതിൻ്റെ മുമ്പ് അസാധാരണമായ കഴിവുകൾ ഉണ്ടായേക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 40-ാമത്തെ വയസ്സിലാണല്ലോ നബിയാകുന്നത്.
അതിൻ്റെ മുമ്പ് തന്നെ ജനന സമയത്ത് പോലും നിരവധി അത്ഭുതങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. അതിനെ മഹത്തുക്കൾ പേര് വിളിക്കുന്നത് ഇർഹാസ് എന്നാണ്. അതിൻ്റെ പേരായിട്ട് പറയുന്നത് ഇർഹാസ് എന്നാണ്. അതുപോലെ തന്നെ ഔലിയാക്കന്മാരുടെ ഭാഗത്ത് നിന്ന് വരുന്ന അസാധാരണമായ കഴിവുകളെ കറാമത്ത് എന്ന് പറയും. ഇങ്ങനെ മൂന്നെണ്ണായി. നാലാമത്തതായിട്ട് പഠിപ്പിക്കുന്നത് ഒരു പൊതുജനത്തിന്റെ ഭാഗത്ത് നിന്ന്, സാധാരണ ഒരു മനുഷ്യന്റെ ഭാഗത്ത് നിന്ന് വരുന്നതാണെങ്കിൽ അതിനെ മഊനത്ത് എന്ന് പറയും. ഇനി അഞ്ചാമതായിട്ട് പഠിപ്പിക്കുന്നത് ഒരു ഫാസിഖ്, തമ്മാടിയുടെ ഭാഗത്തു നിന്ന് വരല്ലോ. അപ്പോൾ ഇവിടെ ഇലാഹിയായ വാദം നടത്തിയ ഒരുപാട് പേര് കഴിഞ്ഞു പോയിട്ടുണ്ട്. ഫിർഔനെ പോലെ ഫറോ, അവരും അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കള്ളപ്രവാചകരായിട്ട് കടന്നു വന്നിട്ടുണ്ട്, അവരും അത്ഭുതങ്ങൾ, മുസൈലിമത്തുൽ കദ്ദാബിനെ പോലെയുള്ള അവരും അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട്. പക്ഷെ അതിനൊന്നും മുഅ്ജിസത്ത് എന്ന് അറിയില്ല. എന്നാൽ അതുപോലെ തന്നെ ഔലിയായിൻ്റെ പ്രച്ഛന്ന വേഷം കെട്ടിക്കൊണ്ട് ഒരുപാട് ആൾക്കാരുകൾ ഇവിടെ കടന്നു പോയിട്ടുണ്ട്. പക്ഷെ അവരൊന്നും എന്തായാലും അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു ഫാസിഖ്, തമ്മാടിയുടെ ഭാഗത്ത് നിന്ന് കാണുന്ന അസാധാരണമായ കഴിവുകൾ, അതിനെ ഇസ്തിദ്റാജ് എന്നാണ് പറയാം. നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെയാണ് ഔലിയാക്കന്മാർ കറാമത്തുകൾ സംഭവിക്കുമ്പോൾ ഇത് ഇസ്തിദ്റാജ് ആയിപ്പോകുമോ എന്ന് പേടിച്ച് ഭയപ്പെട്ട് അവർ ആ കറാമത്തുകളെ, അത്തരം അത്ഭുതങ്ങൾ ജീവിതത്തിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ആഗ്രഹിച്ചിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇസ്തിദ്റാജ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നേരത്തെ പറഞ്ഞതുപോലെ ഫാസിഖായ തമ്മാടിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന അവനെ ആ അത്ഭുതങ്ങൾ അവനിക്ക് ഗുണത്തെക്കാളേറെ ദോഷം ഉണ്ടാകാം. ഇസ്തിദ്റാജ് എന്ന പദം തന്നെ ദറജയായിട്ട് ഓരോ സ്റ്റെപ്പായി അവൻ അള്ളാഹുവിനെ തൊട്ട് ദൂരത്താക്കുമെന്നതാണ്. മഹാനായ ഇമാം റാസി തങ്ങൾ ഇസ്തിദ്റാജിന് അർത്ഥം കൊടുക്കുന്നത് അങ്ങനെയാണ്. ആ പദം പിടിച്ചത് ദറജയായി ഓരോ സ്റ്റെപ്പായിട്ട് എന്താക്കും, അവനെ അള്ളാഹുവിൽ നിന്ന് വിദൂരമാക്കുന്ന ചില അത്ഭുതങ്ങൾ. ചിലപ്പോൾ അങ്ങനെ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് വഴി ഞാൻ എന്തോ വലിയ ആളാണ്, അല്ലെങ്കിൽ എൻ്റെ അമല് കൊണ്ട്, എൻ്റെ നല്ല പ്രവർത്തനങ്ങൾ കൊണ്ടാണ് ഇതൊക്കെ സാധ്യമായത് എന്നൊരു ചിന്താഗതി വന്നേക്കാം. ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും അത്ഭുതങ്ങൾ വഴി നമ്മിൽ ചിന്തയിലേക്ക് കടന്നു വന്നേക്കാം. അതുപോലെ തന്നെ ഞാൻ വലിയ കറാമത്തൊക്കെ ലഭ്യമാകാൻ പറ്റുന്ന ഒരാൾ, ഒരു വ്യക്തിയായി മാറി എന്ന ചിന്തയൊക്കെ വന്നു കഴിഞ്ഞാൽ അത് അവനെ മോശത്തിലേക്ക് എത്തിക്കും എന്നാണ്. മഹാനായ ഖുശൈരി ഇമാമിൻ്റെ ഉസ്താദായ ഖുശൈരി ഇമാമിൻ്റെ ഉസ്താദ്, അദ്ദേഹത്തിൻ്റെ പേര് ദക്കാക്ക് എന്ന് പറയുന്ന ഖുശൈരി ഇമാമിൻ്റെ ഉസ്താദ് ഉണ്ട്. ആ ഉസ്താദിൻ്റെ അടുക്കൽ ഒരു ഖാരി ഇലൈഹി യസ്അദുൽ കലിമുത് ത്വയ്യിബ് വൽ അമലു സ്വാലിഹു യർഫഉഹു എന്ന ആയത്ത് ഓതി. മഹാനായ റാസി ഇമാം തൻ്റെ തഫ്സീറിൽ പറയുന്ന വിഷയമാണ്. ഇത് ഓതിയപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, ഈ ആയത്തിൻ്റെ ആശയമായിട്ട്, അർത്ഥമായിട്ട് മഹാനവറുകൾ പറയാണ്, മനുഷ്യൻ്റെ അമലുകൾ അള്ളാഹു ഉയർത്തുകയില്ല. അള്ളാഹു മനുഷ്യൻ്റെ അമലുകൾ, അഥവാ അവനിക്ക് ആ അമലുകൾ കൊണ്ടാണ് അവനിക്ക് എല്ലാം ലഭ്യമാകുന്നത് എന്ന ചിന്താഗതി വന്നു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ അമലുകൾ ഉയർത്തപ്പെടാതെ പോകുമെന്ന് മഹാനവർ നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ അത് നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്, അള്ളാഹുവിനെ തൊട്ട് നമ്മൾ ഈ തെറ്റിപ്പോകുക എന്നുള്ളത്. മഹാനായ റാസി ഇമാമ് പറയുന്ന ഇലൈഹി യസ്അദുൽ കലിമുത് ത്വയ്യിബ് വൽ അമലു സ്വാലിഹ്, എന്നിട്ട് മഹാനവർ പറയാ അലാമത്തു അന്നൽ ഹഖ് റഫു അമലിക്, ഒരു മനുഷ്യൻ്റെ അമൽ ഉയർന്നു എന്നതിൻ്റെ തെളിവ് എന്ന് പറയുന്നത് അല്ലാ യബ്ഖാ ദിക്റുഹു ഇൻദക്, നിന്റെ അടുക്കൽ ആ അമൽ ചെയ്താൽ അത് ഓർമ്മയില്ലാതിരിക്കലാണ്. നമ്മൾ ഒരു അമൽ ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്, അത് ഓർത്ത് നടക്കരുത്. ഒരു നന്മ ചെയ്തു കഴിഞ്ഞാൽ അതിങ്ങനെ ജീവിതകാലം മുഴുവൻ ഓർത്ത് നടക്കരുത്. ഒരാൾക്കൊരു ഉപകാരം ചെയ്താലോ, അപ്പോൾ ഒരാൾക്ക് ഒരു നല്ല കാര്യം ചെയ്താലോ ആ അമൽ നമ്മൾ അത് മറന്നു കളയണം. അത് ഇങ്ങനെ ഓർമ്മയിൽ കൊണ്ട് നടക്കുക എന്നുള്ളത് നിന്റെ അമൽ സ്വീകരിക്കാതിരിക്കാൻ അത് കാരണമാകും എന്നാണ്. ഫൈൻ ബഖിയ അമലുക ഫീ നദരിക്, നിന്റെ ചിന്തയിൽ ഈ അമൽ എപ്പോഴും ഞാനൊരു തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ ഞാൻ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ്, അങ്ങനെയുള്ള ചിന്തകൾ എപ്പോഴും വന്നു കഴിഞ്ഞാൽ ഫഹുവ മദ്ഫൂഅൻ, ആ അമൽ തട്ടപ്പെടാൻ അത് കാരണമാകും എന്നാണ്. ഞാനിത് പറഞ്ഞത് അത്രത്തോളം നമ്മുടെ മനസ്സിൽ ഈ കറാമത്തുകളും അത്ഭുതങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മുടെ മനസ്സിൽ വരും, ഞാൻ കുറച്ചൊക്കെ ഇബാദത്ത് നല്ല രൂപത്തിൽ ഇബാദത്ത് ചെയ്യുന്നത് കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്, അതുകൊണ്ടാണ് മഹത്തുക്കൾ കറാമത്തുകൾ സംഭവിക്കുന്നതിനെ തൊട്ട് പേടിച്ചത് എന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുകയാണ്.
ഇങ്ങനെ ഈ കറാമത്തുകൾ എന്നുള്ളത് നമ്മൾ ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും സ്ഥിരപ്പെട്ട ഒരു കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ 6 വ്യത്യസ്തമായ രൂപങ്ങളിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നുണ്ടെങ്കിലും ആ ഇസ്തിദ്റാജ് അടക്കമുള്ള, അതുപോലെ പിന്നെ ഇഹാനത്തായിട്ടും കടന്നു വരും. ഇങ്ങനെ ഒരാളെ നിസാരമാക്കാൻ അല്ലെങ്കിൽ അവനെ പരാജയത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ കാരണമാകുന്ന അത്ഭുതങ്ങളൊക്കെ അള്ളാഹു നൽകും. അപ്പോൾ ഇത്തരം അത്ഭുതങ്ങൾ നമ്മൾ സംഭവിക്കുമ്പോൾ അതിൽ വളരെ പ്രധാനപ്പെട്ട അത്ഭുതമാണ് ഒന്ന് മുഅ്ജിസത്ത്. അത് ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്, അത് നമ്മൾ വിശ്വസിക്കൽ നിർബന്ധമായ കാര്യമാണ്. അതുപോലെ കറാമത്തും നമ്മൾ വിശ്വസിക്കണം, അതും ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ്. നമുക്കറിയാലോ, മഹദിയായ മറിയം ബീവി റളിയല്ലാഹു അൻഹ അവരുടെ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട് സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു പ്രാവശ്യം മറിയം ബീവി താമസിക്കുന്ന മിഹ്റാബിൽ പോയപ്പോൾ കുല്ലമാ ദഖല അലൈഹ സക്കരിയൽ മിഹ്റാബ വജദ ഇൻദഹ റിസ്ഖ, അവിടെങ്ങാനും കിട്ടാത്ത ഒരു വ്യത്യസ്തമായ ഒരു ഭക്ഷണം കാണുകയാണ്. അഥവാ ആ കാലത്ത് യോജിക്കാത്ത, ആ സീസണിൽ ഇല്ലാത്ത പഴവർഗ്ഗങ്ങളൊക്കെ കണ്ടപ്പോൾ മറിയം ബീവിയോട് സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിക്കുകയാണ്, ഖാല യാ മറിയമു അന്നാ ലക്കി ഹാദ, എവിടുന്ന് കിട്ടി മറിയം ബീവിയെ, എവിടുന്ന് ഇത് കിട്ടിയെന്ന് ചോദിച്ചപ്പോൾ ഖാലത്ത് ഹുവ മിൻ ഇൻദില്ലാ, ഇത് അള്ളാഹു നൽകിയതാണ് എന്ന് മറിയം ബീവി പറയുന്ന ചരിത്രം. ഈ ചരിത്രത്തെ മുൻനിർത്തിക്കൊണ്ട് തന്നെ മഹാനായ ഇമാം റാസിയെ പോലെയുള്ള റളിയല്ലാഹു അൻഹു തങ്ങളെപ്പോലെയുള്ള പണ്ഡിത മഹത്തുക്കൾ പഠിപ്പിക്കുകയാണ്, നമ്മൾക്ക് ഈ കറാമത്തുകളെ നിഷേധിക്കാൻ പറ്റൂല, കറാമത്തുകളെ നിഷേധിക്കരുത്, അത് ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. ഇങ്ങനെ നിരവധി അത്ഭുതങ്ങൾ ഖുർആനിൽ പറയുന്നുണ്ട്. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സദസ്സിലുണ്ടായ ആ അറിവുള്ള ഒരു വ്യക്തിയെക്കുറിച്ച് അതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഞാൻ ചുരുക്കി പറയാണ്. അപ്പം ഇത്തരം കറാമത്തുകൾ വിഷയം എന്നുള്ളത് ഇങ്ങനെ അതുപോലെ ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലും ജീവിതത്തിലും ഒരുപാട് കറാമത്തുകളും മുഅ്ജിസത്തുകളൊക്കെ കണ്ടിട്ടുണ്ട്. അതുപോലെ ഖുലഫാഉ റാഷിദീങ്ങളുടെ കറാമത്തും ലോകത്തൊരുപാടുണ്ട്. 4 ഖലീഫമാരുടെ കറാമത്തായിട്ട് ഒന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ നിരവധി കറാമത്തുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കറാമത്താണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ജനാസ റൗള ഷരീഫിലേക്ക് കൊണ്ടുവച്ചപ്പോൾ ആ ജനാസ റൗള ഷരീഫിൽ കൊണ്ടുവച്ച് ഇത് അങ്ങയുടെ സുഹൃത്തായ നബിയെ അബൂബക്കറാണ് എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സലാം ചൊല്ലി അവിടെ കാത്തിരുന്നപ്പോൾ ഒരു ശബ്ദം കേൾക്കുകയാണ്, അദ്ഖിലുൽ ഹബീബ ഇലൽ ഹബീബ്. ഖബറിൽ നിന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൗളയിൽ നിന്ന് അദ്ഖിലുൽ ഹബീബ ഇലൽ ഹബീബ്, ഹബീബിനെ ഹബീബിലേക്ക് ചേർത്തു എന്ന് അവിടെ മറമാടിക്കോ എന്ന സമ്മതം കിട്ടുന്ന വിധത്തിലുള്ള ശബ്ദം. ഇതൊക്കെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ വളരെ അത്ഭുതകരമായ കറാമത്തായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു നിരവധി അത്ഭുതങ്ങളുണ്ട്, നിരവധി കറാമത്തുകളുണ്ട്. മദീനയിൽ വലിയ ഭൂകമ്പം സംഭവിച്ചപ്പോൾ മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഒരു കടലാസ് എഴുതിയിട്ട് പറഞ്ഞു, സ്കിനി ഭൂമിയോട് പറയാണ്, നീ അടങ്ങണം. എന്നിട്ട് ആ കടലാസ് ആ ഭൂമിയിൽ ഇട്ടപ്പോൾ പിന്നെ ആ മദീനയിൽ ഒരിക്കലും ഭൂകമ്പം നടന്നിട്ടില്ല എന്നാണ്. ഇതുപോലെ സമാനമായ കഥകളും മദീനയിൽ ഒരു തീപിടുത്തുണ്ടായപ്പോൾ ആ തീയിൽ കൊണ്ടുപോയിട്ട് യാനാറു ഇസ്കിനി, നീ അടങ്ങണം എന്ന് പറഞ്ഞപ്പോൾ ആ തീ കെട്ടുപോയതും ഒരു സമുദ്രത്തിൽ കൊണ്ടുപോയിട്ടപ്പോൾ ആ സമുദ്രം അടങ്ങിയതൊക്കെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. അതുപോലെ തന്നെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കറാമത്ത് ഒരുപാടുണ്ട്. അതിൽ പറയപ്പെട്ട തഫ്സീറുൽ റാസിയിൽ പറയുന്ന ഒരു കറാമത്താണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഒരിക്കൽ അനസ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ കടന്നു വരാണ്. അനസ് റളിയല്ലാഹു അൻഹു കടന്നു വന്നപ്പോൾ അനസ് റളിയല്ലാഹു അൻഹുവിൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറയാണ്, നിങ്ങളുടെ മുഖത്തൊരു സിനയുടെ വ്യഭിചാരത്തിൻ്റെ ലക്ഷണം കാണുന്നുണ്ടല്ലോ. അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ അത്ഭുതപ്പെട്ടു പോയി, വഹി നിലച്ചില്ലേ എന്ന് പോലും ഞാൻ സംശയിച്ചു പോയി. കാരണം ഉസ്മാൻ റളിയല്ലാഹു അൻഹു എൻ്റെ മുഖത്ത് നോക്കിയിട്ട് എന്നോട് പറയാണ്, സിനയുടെ വ്യഭിചാരത്തിൻ്റെ ഒരു ലക്ഷണം അങ്ങയുടെ മുഖത്ത് കാണുന്നുണ്ടല്ലോ. കാരണം എന്താ, ഞാൻ വരുന്ന വഴിയിൽ ഒരു പെണ്ണിനെ നോക്കിയിരുന്നു, അറിയാതെ നോക്കിപ്പോയതാണ്. പക്ഷെ അത് എത്രയോ വിദൂരതയിൽ നിന്ന് മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അത് വായിച്ചെടുക്കുകയാണ്. ഇങ്ങനെ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കറാമത്തായിട്ട് പറയുന്ന ഈ തഫ്സീർ റാസിയിൽ തന്നെ പറയുന്ന ഒരു കറാമത്താണ് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു സുഹൃത്തായ ഒരു അസ്വദ് എന്ന് പറയുന്ന ആള് കളവ് നടത്തുകയും അങ്ങനെ അലിയാർ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരാണ്. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു വിധിക്കുന്നു, കട്ടിനോ എന്ന് ചോദിക്കുന്നു. അസരിഖത്ത, ആ കട്ടിൻ എന്ന് സമ്മതിച്ചപ്പോൾ
അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ കൈവെട്ടുകയാണ്. അങ്ങനെ കൈവെട്ടി അദ്ദേഹം കടന്നുപോയി. കുറച്ചു കാലങ്ങൾക്ക് ശേഷം സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു ഇങ്ങനെ കണ്ടുമുട്ടും. വേറൊരു സഹാബി ഇങ്ങനെ കണ്ടുമുട്ടിയപ്പോൾ ഇദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളെ കൈ എങ്ങനെയാ നഷ്ടപ്പെട്ട? അപ്പോൾ ഇദ്ദേഹം ചരിത്രമൊക്കെ പറഞ്ഞു കൊടുത്ത്, എന്നെ കൈമുറിച്ചത് എൻ്റെ അമീറുൽ മുഅ്മിനാണ്, നബി തങ്ങളുടെ പുതിയാപ്പിളയാണ്, ഇങ്ങനെ ഒരുപാട് മദ്ഹ് ചെയ്തിട്ട് അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഈ കൂടെ ഉണ്ടായിരുന്ന സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ഉണ്ടായിരുന്ന സഹാബി ചോദിക്കുകയാണ്, നിങ്ങളെ കൈവെട്ടിയ ഒരാളെ നിങ്ങൾ ഇത്രയും മദ്ഹ് ചെയ്യുന്നു എന്ന് ചോദിക്കുകയാണ്. അപ്പം പറഞ്ഞു, ഞാനെങ്ങനെ മദ്ഹ്, ഈ ഒരു മദ്ഹ് ചെയ്യുന്ന രംഗം മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുകയാണ്. അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു ഇദ്ദേഹത്തെ വിളിച്ചു. എന്നിട്ട് എന്താക്കി, അദ്ദേഹത്തിന് ഒരു തട്ടം ഇട്ട് കൊടുത്തുകൊണ്ട് ആ കൈ, നഷ്ടപ്പെട്ട കൈ എടുത്തിട്ട് അവിടെ ചേർത്ത് പിടിച്ച് ഒരു തട്ടം ഇട്ട് കൊടുക്കുകയാണ്. തട്ടം ഇട്ട് ആ സമയത്ത് ഒരു അശരീരി കേൾക്കുകയാണ്, ആ തട്ടം ഉയർത്തിക്കോ എന്ന് പറഞ്ഞപ്പോൾ സുബ്ഹാനല്ലാഹ് കാണുന്നത് ആ രണ്ട് കൈകളും ചേർന്നിട്ടാണ്. കൈകൾ നഷ്ടപ്പെട്ടു പോയ, മുറിക്കപ്പെട്ട ആ കൈകൾ ചേരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ നിരവധി, അതൊക്കെ ലഭ്യമാകും. നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇതൊക്കെ കിട്ടുന്നത് അവർ ആഗ്രഹിച്ചുകൊണ്ടല്ല. അവർ ഒരു പൊതു ഔലിയാക്കന്മാരുടെ ഒരു പൊതു സ്വഭാവമുണ്ട്, തഖ്വ എന്നുള്ളത്. അതിലേക്ക് വരെയാണ് മഹാനായ അഹ്മദ് തിജാനി റളിയല്ലാഹു അൻഹുവിന്റെ നിരവധി അത്ഭുതങ്ങൾ ദുർറത്തുൽ ഖരീദയിൽ പറയുന്നുണ്ട്. കറാമാതുഹു കൽ ബഹരി, അല്ലെ, മഹാനായ അഹ്മദ് തിജാനി റളിയല്ലാഹു അൻഹു അത്ഭുതമായിട്ട് പറയാണ്, കറാമാതുഹു കൽ ബഹരി വൽ ഖത്രി വൽ ഹസ വശീമതുഹു യഖ്ഫാഉഹാ അയ്യ ഖുഫിയതി. മഹാനവറുകളുടെ കറാമത്തുകൾ ലഫ്ലി രണ്ട് വിധത്തിലുണ്ട്. ലഫ്ലിയ ഉണ്ട്, അത് ലാഹിരിയ ഉണ്ട്, ബാത്തിനിയ ഉണ്ട്. ലാഹിരിയ എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ണിലൊക്കെ കാണാൻ പറ്റുന്നതായ കറാമത്തുകൾ, അഥവാ ഭൂമി അറിയല്ലോ, ഭൂമി നമുക്ക് എന്താക്കുക, ചുരുങ്ങിക്കിട്ടുക, അതുപോലെ തന്നെ ഭക്ഷണത്തിൽ വർധനവ് ഉണ്ടാകുക, ഇങ്ങനെ നമുക്ക് കാണുന്ന മറ്റുള്ളവർക്ക് കിട്ടുന്നതായ ഹിസ്സിയായ കറാമത്തുകൾ. അതിനേക്കാളും ഏറ്റവും ശ്രേഷ്ഠമായതാണ് മാനവിയായ കറാമത്തുകൾ. അത് തഖ്വയാണ്. തഖ്വ, നല്ല ഇസ്തിഖാമത്ത് കിട്ടുക, അള്ളാഹുവിൻ്റെ ആ ഒരു മുറാഖബ എപ്പോഴും നിലനിന്ന് കിട്ടുക, തെറ്റില്ലാതെ ഇങ്ങനെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക. അതുകൊണ്ടാണ് മഹത്തുക്കൾ പറഞ്ഞിട്ടുള്ളത്, ഈ ഇസ്തിഖാമത്ത് എന്ന് പറയുന്ന ആ ഒരു കറാമത്താണ് 1000 ഹിസ്സിയായ കറാമത്തുകൾ ഒരു മനുഷ്യനിൽ പ്രകടമാകുന്നതിനേക്കാളും പവിത്രത അള്ളാഹു ഈ മാനവിയായ കറാമത്തുകൾ നൽകുന്നതെന്നൊക്കെ മഹത്തുക്കൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ മാനവിയായ കറാമത്തുകൾ മഹാനായ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ജീവിതത്തിൽ അത് തന്നെയാണ് കൂടുതലുള്ളത്. നമ്മളൊക്കെ ചരിത്രങ്ങൾ അറിയുന്നതാണ്. സദാസമയവും മഹാനവറുകളെ സംബന്ധിച്ചിടത്തോളം ദുർറത്തുൽ ഖരീദയിൽ കാണാൻ പറ്റും. മഹാനവരുടെ ഒരു പ്രത്യേക ഒരു ഖുസൂസിയത്ത് എന്ന് പറയുന്നത്, മഹാനവറുകൾ എന്താകും, എഴുതുമ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കും, അതുപോലെ തന്നെ കിതാബ് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ, കിതാബ് മുതാല ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുന്നതാണ്. അത്രത്തോളം തഖ്വയിൽ ഒരു സമയം പോലും, സെക്കൻഡ് പോലും. എന്നാൽ ഈ ദിക്റിന്റെ എണ്ണം തെറ്റോ? ഇല്ല, എണ്ണം തെറ്റൂല. ഒരേ സമയം കൃത്യമായിട്ട് എന്താണ്, ഒരാളോട് കിതാബ് മുതാല ചെയ്യുകയും തസ്ബീഹമാല കയ്യിൽ കരുതി കൃത്യമായിട്ട് എണ്ണം പിടിച്ച് ചെല്ലുന്ന അങ്ങനെയുള്ള ഒരു ഖുസൂസിയത്ത് മഹാനവറുകൾക്ക് ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരുപാട് അത്ഭുതം എത്രത്തോളം പറഞ്ഞാൽ തന്നെ തീരൂല എന്നാ പറയുന്നത്. കറാമാതുഹു കൽ ബഹരി, സമുദ്രം പോലെയാണ്. വൽ ഖത്രി, അതുപോലെ തന്നെ മഴത്തുള്ളികളെ പോലെയാണ്. വൽ ഹസ, ചരൽക്കല്ലുകളെ പോലെയാണ്. മഹാനവറുകളുടെ ചരിത്രം, ചരൽക്കല്ലുകൾ ലോകത്ത് എത്രമാത്രം ഉണ്ട്. അതുപോലെ തന്നെ മഴത്തുള്ളികൾ എന്ന് പറയുന്നതും സമുദ്രത്തിലെ നുരകൾ എന്നൊക്കെ പറയുന്നത് അത് എത്രമാത്രം ഉള്ളതാണ്. അതുപോലെയാണ് മഹാനവറുകളുടെ കറാമത്ത്. പക്ഷെ വശീമതുഹു യഖ്ഫാഉഹാ അയ്യ ഖുഫിയതി, പക്ഷെ മഹാനവറുകളുടെ സ്വഭാവം എന്ന് പറയുന്നത് എല്ലാം മറച്ചു വെക്കലാണ്. നമ്മുടെ ശൈഖായ അഹ്മദ് തിജാനി തങ്ങളുടെ സ്വഭാവം എന്ന് പറയുന്നത് ഇതൊന്നും വ്യക്തമാക്കലല്ല, ആളുകളിടയിൽ ഇതൊക്കെ പറഞ്ഞു നടക്കലല്ല. അത് യഖ്ഫാഉഹാ അയ്യ ഖുഫിയതി, അതിങ്ങനെ മറച്ചു വെക്കലാണ് മഹാനവറുകളുടെ ശൈലി എന്ന് പഠിപ്പിക്കുകയാണ്. ഇങ്ങനെ ഒരുപാട് ഫകം ലഹു മിൻ മുകാശിഫാത്തിൻ സഹീഹത്തിൻ വകം ലഹു മിൻ ഈറാഇ അഅ്ളാലി ഇല്ലത്തി. മഹാനവറുകളുടെ ഒരു കറാമത്താണ് കശ്ഫ്, അഥവാ ഒരുപാട് അത്ഭുതങ്ങൾ, പെട്ടെന്ന് നല്ല നല്ല കശ്ഫുകൾ, എന്താണോ കാണുന്നത് അത് വെളിവാകും.
ഏത് സ്വപ്നം കണ്ടാലും ഏത് കാര്യങ്ങൾ പറഞ്ഞാലും അത് വെളിവാകുന്നതായ വളരെ സ്വഹീഹായ കശ്ഫുകൾ മഹാനവറുകൾക്ക് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എത്രയോ വലിയ വലിയ അസുഖങ്ങൾക്ക് ശിഫ നൽകുന്ന ഒരു പ്രത്യേകമായ കഴിവ്, എല്ലാ അസുഖങ്ങൾക്കും പ്രത്യേകമായ ശിഫ നൽകുന്നതായ അവിടെയൊക്കെ അത് അത് എന്താണ് അതിപ്രധാനത്തോടെ കാണുന്ന ഒരു വിഷയമാണ്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മഹാനവറുകളുടെ ജീവിതത്തിലുണ്ട്. വകം മിൻ ദുആഇൻ മുസ്തജാബിൻ ബിസുർഅത്തിൻ, വളരെ പെട്ടെന്ന് തന്നെ ഉത്തരം കിട്ടുന്ന, ദുആ ചെയ്തു കഴിഞ്ഞാൽ ഉത്തരം കിട്ടുന്ന കറാമത്തുകൾ. വകം മിൻ ഇഗാസത്തിൻ ബിഅസ്റാഇ ലംഹതി, അതുപോലെ തന്നെ വളരെ വേഗത്തിൽ തന്നെ ആരെങ്കിലും സഹായം തേടിക്കഴിഞ്ഞാൽ ആ സഹായം പെട്ടെന്ന് തന്നെ എത്തിച്ചു കൊടുക്കുന്ന, പെട്ടെന്ന് സഹായിക്കുന്ന അത്ഭുതങ്ങളും കറാമത്തുകളൊക്കെ മഹാനവറുകളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അതിൻ്റെ ഉദാഹരണമാണ് മഹാനായ ദാവൂദി തങ്ങൾ. മഹാനായ നമ്മളൊക്കെ ഉസ്താദിൻ്റെ ബുക്കിലും വളർന്ന് വായിച്ച ചരിത്രമാണ്. മഹാനായ സയ്യിദുൽ ഹാജി ദാവൂദി റളിയല്ലാഹു അൻഹു, ഇന്നി കുന്തു ഫി ഹാലി ശൈബത്തി, എൻ്റെ ചെറുപ്രായത്തിൽ ഞാൻ യുവാവായിരുന്ന സമയത്ത് ഇർതഹൽതു മിൻ ബലദിന തിൽമിസാനിൽ നിന്ന് ഞാൻ എന്താക്കുന്നു ഫാസിലേക്ക് ഒരു യാത്ര പോവുകയും ആ യാത്ര അറിവ് പഠിക്കാനായിരുന്നു. അങ്ങനെ അറിവ് പഠിച്ച് ഞാൻ ആ യാത്ര കഴിഞ്ഞ് തിൽമിസാനിലേക്ക് തന്നെ തിരിച്ചു വരുമ്പോൾ എൻ്റെ ഉസ്താദായിരുന്ന മശ്രി തങ്ങളോട്, ഞാൻ എല്ലാ ഗുരുനാഥന്മാരെയും കാണുമ്പോൾ മശ്രി തങ്ങളോടും ഞാൻ യാത്ര പറയാൻ വേണ്ടി പോയപ്പോൾ മശ്രി തങ്ങൾ ഒരുപാട് ഉപദേശങ്ങൾ എനിക്ക് നൽകി. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഉപദേശമായിരുന്നു, ഏത് കഠിന പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാലും പ്രയാസങ്ങൾ വന്നു കഴിഞ്ഞാലും മഹാനായ സയ്യിദ് അഹ്മദ് തിജാനി തങ്ങളെ നിങ്ങൾ എന്താക്കണം, സഹായം തേടണം, സഹായം ചോദിക്കണം എന്നൊരു വിഷയം. ആ കാര്യം ഞാൻ അങ്ങനെ മനസ്സിൽ കൊണ്ട് നടന്നു. പിന്നീട് ഞാൻ നാട്ടിലെത്തി വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഹജ്ജിന് വേണ്ടി പോയപ്പോൾ ആ ഹജ്ജിന് പോകുന്ന വഴിയിൽ സമുദ്രത്തിൽ നമ്മുടെ കപ്പൽ അത് പൊട്ടിപ്പോവുകയും നഷ്ടപ്പെടുകയും അങ്ങനെ ഒരു പലകയിൽ പിടിച്ച് ഒരു ദ്വീപിലേക്ക് അടുക്കുകയും ചെയ്യാൻ. ആ ദ്വീപിൽ ആരാരുമില്ലാത്ത ആ ദ്വീപിൽ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഈ കാര്യം ഓർമ്മ വന്ന്, എൻ്റെ ഗുരുനാഥനായിരുന്ന മശ്രി തങ്ങൾ പറഞ്ഞ ഈ ഉപദേശം എനിക്ക് ഓർമ്മ വരികയും അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, മശ്രി തങ്ങളോട് ആ ഉപദേശം ഞാൻ സയ്യിദ് അഹ്മദ് തിജാനി തങ്ങളോട് ഞാൻ ഇസ്തിഗാസ ചെയ്യാണ്, സഹായം തേടുകയാണ്. ആ സമയത്താണ് പെട്ടെന്ന് എന്നോട് ഒരു മയക്കം, എൻ്റെ ഉറക്കിലൂടെ ഒരു മയക്കത്തിൽ വന്നുകൊണ്ട് പറയാണ്, യാ അലീമം ബിൽ അൽതാഫ് നജ്ജിനാ മിമ്മാ നഖാഫ് എന്ന ദുആ ചെയ്തു കൊള്ളുക എന്ന്. അങ്ങനെ ഞാൻ ആ പ്രാർത്ഥന, ആ ദുആ ഞാനിങ്ങനെ ചെയ്യാണ്, യാ അലീമം ബിൽ അൽതാഫ് നജ്ജിനാ മിമ്മാ നഖാഫ്. ഈ പ്രാർത്ഥന നടത്തിയപ്പോൾ സുബ്ഹാനല്ലാഹ് ഒരു വലിയ അത്ഭുതം നടക്കുകയാണ്. ആ ദ്വീപിലൂടെ, ആരാരും ശ്രദ്ധിക്കപ്പെടാത്ത ആ ദ്വീപിലൂടെ പെട്ടെന്ന് ഒരു കപ്പൽ വരികയും ആ കപ്പിത്താൻ ഞങ്ങളെ ശ്രദ്ധിക്കുകയും ആ കപ്പലിൽ കയറി ഞങ്ങളുടെ നാട്ടിൽ തിരിച്ചെത്തുകയും ചെയ്തു. എന്നിട്ട് ഞാനിത് ഈ കാര്യം, ഈ നടന്ന സംഭവം ആ ദിവസവും പിന്നീട് ഞാൻ ഫാസിലേക്ക് പോയപ്പോഴാണ് അറിഞ്ഞത് അഹ്മദ് തിജാനി തങ്ങൾ ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ട്. ആ ദിവസവും ഞാൻ കൂട്ടി നോക്കിയപ്പോൾ ഈ രണ്ട് സംഭവവും നടന്നത് ഒരേ ദിവസത്തിലായിരുന്നു. ഇത്തരം അതാ ഞാൻ നേരത്തെ പറഞ്ഞ ഈ കവിതയിൽ അല്ലെങ്കിൽ ഈ ബൈത്തിൽ നമ്മെ പഠിപ്പിക്കുന്നത്, വകം മിൻ ദുആഇൻ മുസ്തജാബിൻ ബിസുർഅത്തിൻ വകം മിൻ ഇഗാസത്തിൻ ബിഅസ്റാഇ ലംഹതി. വളരെ പെട്ടെന്ന് തന്നെ ഏത് സഹായവും ഇസ്തിഗാസയും ആര് സഹായം ചോദിച്ചാലും പെട്ടെന്ന് തന്നെ മറുപടി കിട്ടുന്നതായ എത്ര അത്ഭുതങ്ങളാണ്. പക്ഷേ മഹാനവറുകളുടെ ഒരു വലിയ അത്ഭുതമായിട്ട് പറയുന്നത്, മഹാനവർ നമുക്കൊക്കെ അറിയാം, മഹാനവറുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായിട്ടുള്ള എപ്പോഴും ഉണ്ടാകുന്ന ഒരു യഖ്ലത്തിലുള്ള ഒരു മുശാവറയാണ്. നബിതങ്ങളുമായിട്ട് യഖ്ലത്തിൽ നബിതങ്ങളോട് സംവദിക്കുന്നതായ ഒരു പ്രത്യേകമായ കഴിവ്, അത് വല്ലാത്തൊരു കഴിവാണ്. നബിതങ്ങളെ 24 മണിക്കൂറും ദിവസം തന്നെ ഒരുപാട് പ്രാവശ്യം, ഒരു തർഫത്ത് പോലും നബിതങ്ങളെ കാണാതെ, ഒരു സെക്കൻഡ് പോലും നബിതങ്ങളെ കാണാത്ത സമയമില്ല എന്നാണ്. യഖ്ലത്തിൽ ഒരു സെക്കൻഡ് പോലും നബിതങ്ങളെ കാണാൻ പറ്റാത്ത ഒരു സമയമില്ല എന്നാണ്. മഹാനായ ദുർറത്തുൽ ഖരീദയിൽ കാണുന്ന ഒരു കവിത കാണാൻ കഴിയും. വകാന യറൻ നബിയ ഫീ ഹാലി യഖ്ലത്തിൻ വലൈസ യഗീബു അൻഹു ബിഖദ്രി ബിമിഖ്ദാറ തർഫതി. ഓരോ സെക്കൻഡിലും മഹാനവറുകൾ എന്താണ് നബിതങ്ങളെ കാണാം. വകാന യറൻ നബിയ ഫീ ഹാലി യഖ്ലത്തിൻ, യഖ്ലത്തിൽ, സ്വപ്നത്തിലല്ല, യഖ്ലത്തിൽ തന്നെ നബിതങ്ങളെ കാണാൻ കഴിയുന്ന ഒരു പ്രത്യേകമായ കഴിവ്. എന്ന് മാത്രമല്ല, നബിതങ്ങളെ ഇല്ലാത്ത, മറഞ്ഞിരിക്കുന്ന ഒരു സെക്കൻഡ് പോലും ഇല്ല എന്നാണ്. അത് അഖ്താബീങ്ങൾക്കുള്ള, കുത്തുബുകൾക്കുള്ള ഒരു പ്രത്യേകതയാണ്. മഹാനായ മുർസി തങ്ങൾ പറയാണ്, ഞാൻ എല്ലാ സെക്കൻഡും മഹാനായ സയ്യിദ് അഹ്മദ് തിജാനി തങ്ങളോട്
മുർസി തങ്ങളുടെ ഒരു അഭിപ്രായത്തെ ഒരു വാക്കിനെടുത്തുകൊണ്ട് ചോദിക്കുകയാണ്. ശിഷ്യൻ ചോദിക്കുകയാണ്, എന്താ മുർസി തങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാത്ത ഒരു സെക്കൻഡും ഇല്ല, അങ്ങനെ ഒരു സെക്കൻഡ് ഉണ്ടെങ്കിൽ തന്നെ ഞാൻ മുസ്ലിം അല്ല, നബി തങ്ങളെ കാണാത്ത ഒരു സെക്കൻഡ് എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ ഞാൻ ഇസ്ലാം എന്ന് പുറത്തു പോകും, അങ്ങനെയുള്ള ഒരു കാര്യം പറയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ മഹാനായ സയ്യിദ് അഹ്മദ് തിജാനി തങ്ങൾ പറഞ്ഞത്, അതിലെന്ത് അത്ഭുതം, അത് ഖുതുബുകളുടെ പ്രത്യേകതയാണ്. ഖുതുബുകളുടെ ഒരു പ്രത്യേകത പറഞ്ഞാൽ നബിതങ്ങളെ മറഞ്ഞു നിൽക്കുന്ന, യഖ്ദത്തിൽ മറഞ്ഞു നിൽക്കുന്ന ഒരു സെക്കൻഡ് പോലും ഇല്ല എന്നാണ്. മഹാനായ ശൈഖ് റളിയല്ലാഹു അൻഹു നമുക്ക് പഠിപ്പിച്ചിരുന്നുണ്ട്, ഇന്ന ലികുല്ലി ഷൈഇൻ അലാമത്തുൻ, ഒരുപാട് എല്ലാ സാധനങ്ങൾക്കും ഒരു അടയാളം ഉണ്ടാകും. നബിതങ്ങളെ യഖ്ദത്തിൽ കാണാനുള്ള ഒരു അടയാളം എന്ന് പറയുന്നത്, നബിതങ്ങളെ യഖ്ദത്തിൽ കാണും എന്നതിൻ്റെ ഒരു അടയാളം എന്ന് പറയുന്നത് സകല സമയത്തും നബിതങ്ങളെ ചിന്തിക്കലാണ്. ഓൻ എന്ത് പണിയെടുക്കുന്നുണ്ടാവും, ഭക്ഷണം കഴിക്കുന്നുണ്ടാവും, പക്ഷെ ആ സമയത്തും നബിതങ്ങൾ അവൻ്റെ മനസ്സിന് പോവില്ല. അവൻ്റെ ജോലി എടുക്കുന്നുണ്ടാകും, എല്ലാ കാര്യങ്ങളും അവൻ ചെയ്യുന്നുണ്ടാകും, പക്ഷെ അവൻ്റെ ആ ശ്രദ്ധയിൽ നിന്നോ അവൻ്റെ മനസ്സിൽ നിന്നോ അവൻ ജനങ്ങളോട് സംസാരിക്കുന്നുണ്ടാവും, പക്ഷെ അവൻ്റെ മനസ്സിൽ നബിതങ്ങളാണ്. സകല സമയത്തും ഹബീബുൽ ആലം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഓർത്തിരിക്കുന്ന രീതിയാണ് അത്. ആ ഒരു ചിന്ത എന്നിട്ട് ശിഷ്യൻ ചോദിക്കുന്നുണ്ട്, അത് എങ്ങനെയാണ്, അത് ഒരാൾ ഉണ്ടാക്കുന്നതാണോ, അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടാക്കുന്നതാണോ, അവൻ്റെ കസ്ബിയായിട്ട് കിട്ടുന്നതാണോ? അപ്പോൾ പറഞ്ഞു, അല്ല, അതെന്താണ്, അള്ളാഹുവിൻ്റെ ഒരു തൗഫീഖാണ്, അള്ളാഹു നൽകുന്ന ഒരു തൗഫീഖ്. അവൻ്റെ മനസ്സിൽ സകല സമയവും നബിതങ്ങളെ ഓർക്കുന്നതായ, നബിതങ്ങളെ ചിന്തിക്കുന്നതായ, എത്ര വലിയ ഉണ്ടാക്കുന്നതാണെങ്കിൽ ചിലപ്പോൾ എന്താക്കും, ഏതെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ, മറ്റ് ചിന്തകൾ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ ചിന്ത മറയും, നബിതങ്ങൾ ഉള്ള ചിന്ത മറയും. പക്ഷെ ഇത് ഉണ്ടാക്കുന്നതല്ല, ഇത് നബിതങ്ങൾക്ക് കുറിച്ചുള്ള ചിന്ത അള്ളാഹു നൽകുന്ന ഒരു പ്രത്യേകതയാണ്. അങ്ങനെ സകല സമയവും ഹബീബുൽ ആലം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചിന്തിക്കുന്ന ഇങ്ങനെ ഒരു ചിന്ത ഉണ്ടെങ്കിൽ അത് നബിതങ്ങളെ എനിക്ക് യഖ്ദത്തിൽ കാണാനുള്ള ഒരു പ്രത്യേകമായ കഴിവിലേക്കുള്ള അടയാളമാണ് എന്ന് മഹാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് മഹാനവറുകളുടെ ഒരു അത്ഭുതമായിട്ടാണ് പറഞ്ഞത്, എല്ലാ സമയത്തും നബിതങ്ങളെ യഖ്ദത്തിൽ ഇങ്ങനെ സന്ദർശിച്ചുകൊണ്ടിരിക്കും, യഖ്ദത്തിൽ നബിതങ്ങളുമായിട്ട് ഇങ്ങനെ. മാത്രമല്ല, വയസ്അലുഹു അൻ കുല്ലി അംരിൻ യുരീദുഹു ഫയാ റബ്ബി വരിസ്നി മഖാമ വസീലതി. ഏത് കാര്യവും നബിതങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അത് വെറുതെ പറയുന്നതല്ല, നബിതങ്ങളുമായിട്ട് മുഷാവറ ചെയ്യുന്ന ഏത് കാര്യം എന്ത് പറയണമെങ്കിലും അത് നബിതങ്ങളോട് ചോദിക്കും, നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചിട്ടേ അത് ചെയ്യാറുള്ളൂ എന്ന് മഹാനവറുകൾ പഠിപ്പിക്കുകയാണ്. ഇങ്ങനെ ഒരുപാട് അത്ഭുതങ്ങൾ മഹാനവറുകളുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയും. അത് പറഞ്ഞു തീർക്കാൻ സാധ്യമല്ല, പറഞ്ഞു തീർക്കാൻ കഴിയാത്ത വിധത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ സമുദ്രത്തിലെ തിരമാലകൾക്ക് സമാണ്, അതുപോലെ തന്നെ ചരൽ കല്ലുകൾക്ക് സമാണ്, മഴത്തുള്ളികൾക്ക് സമാണ്. ഇത്തരം അത്ഭുതങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ച അനുഭവസ്ഥരാണ് ഈ കിതാബുകളിലൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുപോലെ മഹാത്മാവിൻ്റെ ഇങ്ങനെ ഏത് നിലയിൽ ആര് വിളിച്ചു കഴിഞ്ഞാലും, അല്ലെങ്കിൽ ആരുടെ മനസ്സിലുള്ളതുപോലും കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണാം ഞാൻ നിങ്ങളെ കൽബകമെന്ന് മുഹിയുദ്ദീൻ ഷെയ്ഖ് പറഞ്ഞതുപോലെ മഹാനവറുകളുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയും. എല്ലാവരുടെയും മനസ്സും അവരുടെ മനസ്സ് വായിച്ചെടുക്കുന്ന രംഗങ്ങളൊക്കെ. ത്വയ്യിബ് സുഫിയാനി റളിയല്ലാഹു അൻഹു ഒരു പ്രാവശ്യം സാവിയയിലേക്ക് ഇങ്ങനെ കടന്നു വരാണ്, നിസ്കരിക്കാൻ വേണ്ടിയിട്ട് സാവിയയിലേക്ക് ഇങ്ങനെ തിരക്ക് പിടിച്ചു വരുമ്പോൾ ഒരു അഹ്ലു വസാൻ എന്ന് പറയുന്ന ഒരു ഗോത്രത്തിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ ത്വയ്യിബ് സുഫിയാനിയുമായിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ്. ത്വയ്യിബിന് സുഫിയാൻ റളിയല്ലാഹു അൻഹു ഇങ്ങനെ സംസാരിച്ചു, പക്ഷെ സമയം പോയത് അറിഞ്ഞിട്ടില്ല. മഹാനവറുകൾ എന്താണ് ഇങ്ങനെ സമയം പോയതറിയാതെ അവിടുന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ഷരീഫ് വന്നുകൊണ്ട്, ഒരു മഹാത്മാവ് വന്നുകൊണ്ട് മഹാനവരോട് പറയാണ്, നിങ്ങൾക്ക് സാവിയയിൽ പോയി നിസ്കരിക്കണ്ടേ എന്ന് പറഞ്ഞ് അങ്ങനെ കൂട്ടി രണ്ടുപേരും പോയപ്പോൾ ഫവജദ സയ്യിദന റളിയല്ലാഹു അൻഹു ഫിസ്സലാ, മഹാനായ അബുൽ അബ്ബാസ് അഹ്മദ് മുഹമ്മദ് തിജാനി റളിയല്ലാഹു അൻഹു നിസ്കാരത്തിൽ തുടങ്ങിയിരുന്നു. വലമ്മ ഫറഗ മിൻഹ, നിസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ ഇൽതഫത ഇലാ സയ്യിദി ത്വയ്യിബ് സുഫിയാനിയിലേക്ക് റളിയല്ലാഹു അൻഹുവിലേക്ക് തിരിഞ്ഞുകൊണ്ട് ഈ മഹാനവറുകൾ അങ്ങോട്ടേക്ക് പറയുന്നതിൻ്റെ മുമ്പ് തന്നെ മഹാനായ സയ്യിദ് ഷെയ്ഖ് റളിയല്ലാഹു അൻഹു ഇങ്ങോട്ട് പറയാണ്, ഉത്റുക അൻക അഹ്ല വസാൻ ഫഇന്നഹു ലാ യഅതീക മിൻഹും ഇല്ല ളറർ. അഹ്ലു വസാനിനെ നിങ്ങൾ ഒഴിവാക്കണം, അവരിൽ നിന്ന് നിങ്ങൾക്ക് ബുദ്ധിമുട്ടല്ലാതെ ഒരു നേട്ടവും ഉണ്ടാവൂല എന്ന് അഹ്ലു വസാനിനെ കുറിച്ച് പറയാണ്. ഇത് ആവർത്തിച്ചു പറഞ്ഞു എന്നാണ്. ഈ പ്രസ്താവന ഇങ്ങനെ മഹാനായ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. ഉത്റുക അഹ്ലു വസാൻ
ഫഇന്നഹു ലാ യഅതീക മിൻഹും ഇല്ല ളറർ, അവരിൽ നിന്ന് ബുദ്ധിമുട്ടല്ലാതെ ഉണ്ടാവൂലെന്ന്. ആ ബുദ്ധിമുട്ട് തന്നെയാണ് വരുന്ന വഴിയെ സംസാരിച്ചുകൊണ്ട് നിസ്കാരം മുടങ്ങിയതും നിസ്കാരത്തിന്റെ ആ സമയം നഷ്ടപ്പെട്ടതും ഒക്കെ അതാണ്. അങ്ങനെയുള്ള ബുദ്ധിമുട്ടല്ലാതെ ഉപകാരം നിങ്ങൾക്ക് അവരിൽ നിന്ന് ഉണ്ടാവൂല എന്ന് മഹാനവറുകൾ ഇങ്ങോട്ട് പറയുന്നതിൻ്റെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാം. സമാനമായ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഞാൻ അവസാനിപ്പിക്കുകയാണ്. മഹാനായ അബൂ താലിബ് തങ്ങളെ കുറിച്ചുള്ള പ്രസ്താവന നമുക്കറിയാം. മഹാനായ സയ്യിദ് ഷെയ്ഖ് റളിയല്ലാഹു അൻഹു പറയാണ്, മഹാനവറുകളുടെ പ്രവചനം പറയാണ്, ഞാൻ വഫാത്തായി കഴിഞ്ഞാൽ സയ്യിദി ഖാലി അബൂ താലിബ് എന്നവർ എൻ്റെ പേരിൽ മയ്യത്ത് നമസ്കരിക്കുക തന്നെ ചെയ്യുമെന്ന് പറയാണ്. എൻ്റെ പേരിൽ മയ്യത്ത് നമസ്കരിക്കുക തന്നെ ചെയ്യുന്നതാണ്. ചരിത്രത്തിൽ കാണാൻ കഴിയും. മഹാനവറുകൾ വഫാത്താകുന്ന സമയത്ത് അന്ന് ഈ മഹാത്മാവ് ഉണ്ടായിരുന്നില്ല, ഒരു യാത്രയിലായിരുന്നു എന്ന്. യാത്രയിലായിരുന്നു. അന്ന് മറമാടുന്ന സമയത്തോ അന്ന് അവിടെയുള്ള മരണാനന്തര കർമ്മങ്ങൾ നടക്കുന്ന സമയത്തോ മഹാനവറുകൾ അവിടെ ഉണ്ടായിരുന്നില്ല. ഈ സയ്യിദുൽ ഖാലി അബൂ താലിബ് എന്ന് പറയുന്ന മഹാത്മാവ് അവിടെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു വഫാത്തായി എല്ലാ മരണാനന്തര കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് മഹാനവറുകൾ കുറെ കഴിഞ്ഞിട്ടാണ് വരുന്നത്. യാത്ര കഴിഞ്ഞ് വരികയാണ്. അപ്പോൾ എല്ലാവരും അത്ഭുതപ്പെട്ടു പോയ, ശിഷ്യന്മാർ അത്ഭുതപ്പെട്ടു പോവുകയാണ്. കാരണം മഹാനവറുകളുടെ പ്രവചനം പുലരാതെ പോയല്ലോ എന്ന്. സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രവചനം, ഖാലി അബൂ താലിബ് എന്നവര് മയ്യത്ത് നിസ്കരിക്കും എന്നുള്ള പ്രവചനം പുലരാതെ പോയല്ലോ എന്ന് അവർ വിചാരിക്കുകയാണ്. പക്ഷേ പിൽക്കാലത്ത് സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ മക്കള് അവരുടെ മഹത്തായ ആ ശരീരം എടുത്തുകൊണ്ട് അവരുടെ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അവിടുന്ന് പുറത്തേക്ക് എടുക്കുകയാണ്. ഈ സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ ആ വളരെ ശറഫാക്കപ്പെട്ട ശരീരം പുറത്തേക്ക് എടുത്തപ്പോൾ സുബ്ഹാനല്ലാഹ്, അങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ അന്ന് ആ സദസ്സിൽ ഖാലി അബൂ താലിബ് എന്ന് പറയുന്ന മഹാത്മാവ് ഉണ്ടായിരുന്നു. അവിടുന്ന് നമസ്കരിക്കുകയും മഹാത്മാവ് ആ സമയത്ത് ഉപയോഗപ്പെടുത്തി സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ മയ്യത്ത് നമസ്കരിക്കുകയും ചെയ്തു എന്നാണ്. ഈ സമയത്താണ് ഈ പ്രവചനം പുലരുന്നതായിട്ട് ശിഷ്യന്മാർ അന്ന് സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു വഫാത്താകുന്നതിന്റെ മുമ്പേ പറഞ്ഞിരുന്നു, എൻ്റെ പേരിൽ മയ്യത്ത് മഹാനായ ഖാലി അബൂ താലിബ് എന്ന് പറയുന്നവർ എൻ്റെ പേരിൽ മയ്യത്ത് നിസ്കരിക്കും എന്ന് മഹാത്മാവ് സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു അന്നേ പറഞ്ഞിരുന്നു. അത് പുലരെയാണ്. കാലങ്ങൾക്ക് ശേഷം പിന്നീട് സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു ശരീരം പുറത്തേക്ക് എടുക്കുകയും ആ തിരുശരീരത്തിന്റെ പേരിൽ ജനാസ നിസ്കരിക്കുന്നതായിട്ടാണ് നമ്മൾ കാണാൻ കഴിയുന്നത്. ഇങ്ങനെ ഒരുപാട് അത്ഭുതങ്ങൾ എന്ന് മാത്രമല്ല, ശിഷ്യന്മാരെ പോലും ഈ കറാമത്തിന്റെ വലിയ ഉന്നതമായ പദവിയിലേക്ക് എത്തിച്ചു എന്നതാണ്. ശിഷ്യന്മാരെ പോലും ഉന്നതമായ കറാമത്തിന്റെ പദവിയിലേക്ക് മഹാനവറുകൾ കൈപിടിച്ചു കൊണ്ടുപോയ എന്നാണ്. എത്രത്തോളം എന്നാൽ സയ്യിദുൽ ഹാജ് അലി ഹറാസിം തങ്ങൾ എല്ലാ സമയവും നബിതങ്ങളെ കാണുന്ന ഒരു സ്വഭാവത്തിലേക്ക് മഹാനവർ കൊണ്ടെത്തിച്ചു എന്നതാണ്. ഇങ്ങനെ എല്ലാ ശിഷ്യന്മാരും സയ്യിദ് ദംറാവി എന്ന് തങ്ങൾ മഹാനായ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുരീദായിരുന്ന മഹാനായ ദംറാവി തങ്ങൾ കാന യറാഹു ഫിൽ യൗമി 24 മറ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ദിവസത്തിൽ 24 പ്രാവശ്യം നബിതങ്ങളെ കാണാറുണ്ടായിരുന്നു എന്നാണ്. ഹബീബുൽ ആദം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എന്ന് മാത്രമല്ല, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനവറുകളോട് പറയാണ്, ലൗല തിജാനി മാ റഅയ്തനി, തിജാനി അല്ല എങ്കിൽ നിങ്ങൾ എന്നെ കാണുമായിരുന്നില്ല എന്ന്. തിജാനി അല്ല എങ്കിൽ നിങ്ങൾ എന്നെ കാണുമായിരുന്നില്ല എന്ന് മഹാനായ ദംറാവി തങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞു വരുന്നത് മഹാനവറുകളുടെ കറാമത്തുകൾ ഇത് തന്നെയാണ്. വലിയ ഒരുപാട് കറാമത്തുകൾ ഉണ്ടെങ്കിലും കിതാബുകളിൽ രേഖപ്പെട്ട് കിടക്കുന്ന നിരവധി കറാമത്തുകളിൽ തൻ്റെ മുരീദന്മാരെ കൈപിടിച്ചുയർത്തി ഒരു വലിയ സ്ഥാനത്തേക്ക് എത്തിച്ചു എന്നതാണ്. ഒരു വലിയ സ്ഥാനത്തേക്ക് എത്തിക്കാൻ കഴിയാന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാനവിയായ കറാമത്താണ് ഏറ്റവും വലിയ കറാമത്ത്. അഥവാ ഒരാളെ യഥാർത്ഥ അള്ളാഹുവിൻ്റെ ആ ഇസ്തിഖാമത്ത് തെറ്റാതെ ജീവിക്കുകയും തൻ്റെ ശിഷ്യന്മാരെ അതിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്ത ഒരു വല്ലാത്തൊരു സ്വഭാവമായിരുന്നു, വല്ലാത്തൊരു കഴിവായിരുന്നു മഹാനായ ശൈഖ് റളിയല്ലാഹു അൻഹുവിനിക്ക്. ഇതുപോലെ തന്നെയാണ് അലി തമാസീനി റളിയല്ലാഹു അൻഹു കാന ലാ യഫ്അലു ഫിഅലൻ ഹത്താ യസ്തഅദിനഹു, നബിതങ്ങളോട് സമ്മതം ചോദിക്കാതെ ഒരു പ്രവർത്തനം പോലും ചെയ്യൂല എന്നാണ്. നബിതങ്ങളോട് ഒന്ന് പുതപ്പിൽ കിടക്കണമെങ്കിൽ പോലും മഹാനായ അലി തമാസീനി റളിയല്ലാഹു അൻഹു നബിതങ്ങളുടെ സമ്മതം കിട്ടിയിട്ട് എന്താക്കും, ഒന്ന് കിടക്കുന്ന ആ ഒരു ബെഡ്ഷീറ്റിൽ പോയി കിടക്കുക പോലും ചെയ്യുള്ളൂ. ഈ ഒരു പദവിയിലേക്ക് എത്തിച്ചത് അതാണ് ഏറ്റവും വലിയ കറാമത്ത്. ആ പദവിയിലേക്ക് തൻ്റെ ശിഷ്യന്മാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായിട്ടുള്ള ആ ഒരു സമീപത്തിലേക്ക്, ആ സാമീപ്യം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു വല്ലാത്തൊരു മഹത്തായ സ്ഥാനത്തിലേക്ക് കൊണ്ടെത്തിച്ചത്
മഹാനായ ശൈഖ് റളിയല്ലാഹു അൻഹു ആണ്. അതുപോലെ ഇങ്ങനെ നിരവധി കറാമത്തുകൾ മഹാനവരുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഞാൻ അതിലേക്കൊന്നും കടക്കാതെ ഞാൻ ചുരുക്കിയാണ്. ഇങ്ങനെ മഹാത്മാവിനെ നമ്മൾ യഥാർത്ഥത്തിൽ മഹാനായ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ സ്നേഹിച്ച് നടക്കുകയാണെങ്കിൽ അള്ളാഹുവിലേക്ക് അടുക്കുക എന്ന വലിയ ആ ഇസ്തിഖാമത്തിന്റെ ആ വഴിയിൽ നമുക്ക് പ്രവേശിക്കാൻ കഴിയും. അതിന് അള്ളാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ഈ സദസ്സ് സ്വീകരിക്കുമാറാകട്ടെ. മഹാനായ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ എല്ലാ വിധത്തിലുള്ള മദദ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ മഹത്തായ പാന്താവിൽ ജീവിച്ച് മരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് ഏവർക്കും നൽകുമാറാകട്ടെ. മഹാനവറുകളുടെ യഥാർത്ഥ മുരീദായി അള്ളാഹു നമ്മെ ജീവിച്ച് മരിപ്പിക്കുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.